ന്യൂയോർക്കിൽ എപ്പിഫനി മാർത്തോമ പള്ളി വിൽപ്പനയ്ക്ക്. മാർത്തോമ സഭയുടെ നോർത്ത് അമേരിക്കൻ ഭദ്രാസനത്തിൽ ആദ്യമായി വിശ്വാസികൾ കഷ്ടപ്പെട്ട് സ്വന്തമായി വാങ്ങിയ ദേവാലയമാണ് എപ്പിഫനി മാർത്തോമ പള്ളി. എപ്പിഫനി എപ്പിസ്കോപ്പൽ ചർച്ച് എന്ന ഈ പള്ളി 43 വർഷങ്ങൾക്ക് മുമ്പ് മാർത്തോമ സഭ വിശ്വാസികൾ ചേർന്ന് വാങ്ങിച്ച പള്ളിയാണ്. ഈ പള്ളിയിൽ ഇപ്പോഴും 270 ഇടവക്കാരുണ്ട്. അവർ കഴിഞ്ഞ 43 വർഷങ്ങളായി യാതൊരു തടസ്സവും കൂടാതെ ആരാധന നടത്തി വന്നിരുന്ന പള്ളിയാണിത്. ഈ പള്ളി ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചതിനെതിരെ ഒരു വിഭാഗം വിശ്വാസികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. ഇടവക വികാരിയും ഭദ്രാസന എപ്പിസ്കോപ്പയും കുറേ തീവട്ടികളും ചേർന്ന് ബില്യൺസ് കമ്മീഷൻ തുക തട്ടുക എന്ന ലക്ഷ്യത്തോടെ പള്ളിക്കച്ചവടവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അവർ സഭാധ്യക്ഷൻ തിയോഡോഷ്യസ് മെത്രാനെ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടും പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് വലിയൊരു നിയമയുദ്ധത്തിലേക്ക് അവർ പോകുന്നത്. അവിടെ മാമോദിസ നടത്തിയ, വിവാഹങ്ങൾ നടത്തിയ, ഉറ്റവരുടെ ശവസംസ്കാരം നടത്തിയ പള്ളി കമ്മീഷൻ മോഹികൾ വിൽപ്പന ചരക്കാക്കിയതിനെതിരെ വിശ്വാസികളുടെ പ്രതിഷേധം അണപൊട്ടുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ പള്ളികൾ കച്ചവടമാക്കുന്നേ എന്ന് ഇവിടെയുള്ള സഭകൾ വിലപിക്കുമ്പോഴാണ് മാർത്തോമ സഭ പൈതൃകം വിറ്റ് പുട്ടടിക്കുവാൻ ഒരുങ്ങുന്നത്. പള്ളിക്കച്ചവടത്തെ എതിർക്കുന്ന വിശ്വാസികൾ പറയുന്നത്, ഈ പള്ളി അന്ന് വാങ്ങിയപ്പോൾ ആ സെയിൽ ഡീഡിൽ കൃത്യമായി പറയുന്നുണ്ട് പള്ളിയുടെ പേര് മാറ്റുവാൻ പറ്റില്ല, ഇത് പള്ളിയായി തന്നെ പ്രവർത്തിക്കുകയല്ലാതെ വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാൻ പാടില്ല, ഒരു ഹിസ്റ്റോറിക്കൽ മോണമെൻ്റ് ആയ പള്ളി ഇങ്ങനെ വിൽക്കുവാൻ പറ്റില്ല, അതിനെ മറുതലിച്ചാൽ മാർത്തോമ സഭ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന്. ന്യൂയോർക്ക് സിറ്റിയിലെ 5 ബോറോകളിൽ ഒന്നായ ക്യൂൻസ് ബോറോയിൽ ഓസോൺ പാർക്ക് എന്ന സ്ഥലത്താണ് കഴിഞ്ഞ 44 വർഷമായി മാർത്തോമ സഭക്കാരായ വിശ്വാസി സമൂഹം ഒരു തടസ്സവുമില്ലാതെ ആരാധിച്ചു വരുന്ന എപ്പിഫനി മാർത്തോമ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഈ പൈതൃക ദേവാലയം വിൽക്കുവാനായി ഇപ്പോഴത്തെ വികാരി പ്രമോദ് സക്രിയായും കുറേ ഭാരവാഹികളും ചേർന്നാണ് അത്രേ ശ്രമം ആരംഭിച്ചത് എന്ന് ഇടവകക്കാർ പറയുന്നു. ഇടവകയിലെ വലിയൊരു ഭാഗത്തിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ലോങ് ഐലൻഡ് കേന്ദ്രമായുള്ള എം വാസിഹുള്ള ഉടമസ്ഥനായുള്ള കൊമേഴ്സ്യൽ റിയാലിറ്റി നേഷൻസ് എന്ന കമ്പനിയെയാണത്രേ പള്ളി കച്ചവടം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നവർ ആരോപിക്കുന്നു. സഭയുടെ നോർത്ത് അമേരിക്കൻ ഭദ്രാസന എപ്പിസ്കോപ്പ എബ്രഹാം മാർ പൗലോസും ചേർന്നാണത്രേ ഈ പള്ളിക്കുള്ളയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് ഇടവക ജനങ്ങൾ ITV ന്യൂസിനോട് പറഞ്ഞു. അതുപോലെ കാലാവധി കഴിഞ്ഞ ഈ പാതിരിയെ പള്ളിക്കച്ചവടവും അതിൻ്റെ സകല ഇടപാടുകളും കഴിഞ്ഞ് മാത്രമേ മാറ്റാവൂ എന്ന് മെത്രാൻ സഭാധ്യക്ഷനോടും സിനഡിനോടും ആവശ്യപ്പെടുന്ന ആ പ്രമേയം വലിയൊരു ഭാഗം വിശ്വാസികളുടെ എതിർപ്പിന് ഇടയാക്കിയിരിക്കുകയാണ്. അതിലെല്ലാം തമാശ, ഇടവകയിലെ സാത്താന്മാർ കുത്തിത്തിരിപ്പുണ്ടാക്കാതെ പള്ളി വിൽപ്പനയ്ക്ക് വേഗം കൂട്ടുവാൻ ഇടവകക്കാരുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥന സൂമിലൂടെയും അല്ലാതെയും നടക്കുകയാണത്രേ. മാരാമൺ കൺവെൻഷനിലും ഇത് പ്രത്യേക പ്രാർത്ഥന വിഷയമാക്കും എന്നാണ് കേൾവി. ഇത് ഞാൻ പറയുന്നതല്ല, ഇടവകക്കാർ ചേർന്ന് സഭാധ്യക്ഷൻ നൽകിയ ആ നിവേദനം കാണുക. എപ്പിഫനി മാർത്തോമ പള്ളി ഇടവാംഗമായ അനിൽ ടി തോമസ് മുളമൂട്ടിൽ ITV ന്യൂസിനോട് പങ്കുവച്ച കാര്യങ്ങൾ കേൾക്കുക. എന്റെ പേര് അനിൽ ടി തോമസ് മുളമൂട്ടിൽ. എപ്പിഫനി മാർത്തോമ ചർച്ച് ന്യൂയോർക്ക്, ഓസോൺ പാർക്ക് ന്യൂയോർക്കിലെ മെമ്പറാണ്. 1981 എപ്പിഫനി മാർത്തോമ ചർച്ച് എപ്പിസ്കോപ്പൽ ചർച്ചിൽ നിന്നും വാങ്ങുകയും അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് എപ്പിഫനി മാർത്തോമ ചർച്ച് ഇൻക് ന്യൂയോർക്ക് എന്ന പേരിലാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഞങ്ങളത് ആ ചർച്ച് റീബിൽഡ് ചെയ്ത് ദിവംഗതനായ അലക്സാണ്ടർ മാർത്തോമ വന്ന് തറക്കല്ലിട്ട് 1500 പേർക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റി പാർക്കിങ്ങോടുകൂടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് സ്ഥലം കൂടി തെറ്റുപതിപ്പിച്ച് അത് വെറും 269 മെമ്പേഴ്സിന് ഇരിക്കാവുന്ന ഒരു പള്ളിയായി തീരുകയും പാർക്കിംഗ് ഏതാണ്ട് 29ഓളം പാർക്കിംഗ് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും അവിടെ 10-40 കാറുകൾ കൺജസ്റ്റഡ് ആയിട്ടാണെങ്കിലും പാർക്ക് ചെയ്യാൻ കഴിയും. ഈ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങോട്ട് ഇന്ന് വരെ പോവുകയും പിന്നീട് ഒരു പുതിയ റെക്ടറി 5 ബെഡ്റൂം 5 ബാത്തോടുകൂടി ഇപ്പോഴത്തെ മെത്രാപ്പൊലീത്തയായ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ പറക്കല്ലിട്ട് പണിയുകയും ചെയ്തിരുന്നു. ആ പള്ളിയിൽ 1000-ലധികം മെമ്പേഴ്സ്, വോട്ടിംഗ് റൈറ്റുള്ള മെമ്പേഴ്സ് ഉണ്ട്. പരിമിതമായ പാർക്കിങ്ങും
സൈഡ് സ്ട്രീറ്റിലും ഒക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ 81 തൊട്ട് 2026 വരെയും പള്ളി ഭംഗിയായി സുഗമമായി നടത്തിക്കൊണ്ടു പോകുന്നു. ഈ അവസരത്തിൽ കഴിഞ്ഞ വർഷം ഒരു പുതിയ പട്ടക്കാരൻ ചുമതലയേൽക്കുകയും ഡോക്ടർ പ്രമോദ് സക്കറിയ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വന്ന് പള്ളി വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് പുതിയ പള്ളി വേണം, ഇവിടെ പാർക്കിങ്ങിന്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് പള്ളി വാങ്ങിക്കണമെന്ന് അദ്ദേഹം താല്പര്യം കാണിക്കുകയും അതിന്റെ പേരിൽ ഒരു സർവേ നടത്തുകയും ചെയ്തു, ഓൺലൈൻ സർവേ. അതില് ആ സർവേ തന്നെ ഒരു ഫെയിലിയർ ആയിരുന്നു. മജോറിറ്റി ആളുകൾ അതിനകത്ത് പങ്കെടുത്തില്ല. കുറെ പേർ അതിനെ കുറിച്ചുള്ള സർവേയിൽ പങ്കെടുത്ത് അതിനുശേഷം അദ്ദേഹം ഒരു ജനറൽ ബോർഡ് വിളിച്ചുകൂട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ജനറൽ ബോഡിക്ക് അജണ്ട വെച്ച് പുതിയ പള്ളി വാങ്ങിക്കുന്നതിനെ കുറിച്ചുള്ള ഫീസിബിലിറ്റി സ്റ്റഡിക്ക് വേണ്ടി ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നു. ആ കമ്മിറ്റി എപ്പിഫനി പള്ളിയിൽ നിന്ന് 25 മൈൽ ചുറ്റളവിൽ 480 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ഒരു പള്ളിയും 250ഓളം പാർക്കിംഗ് ഉള്ള ഒരു പള്ളിയും കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയ ഫീസിബിലിറ്റി കമ്മിറ്റി ഇറങ്ങുകയും പല പള്ളികൾ നോക്കുകയും നമ്മുടെ റിക്വയർമെന്റ്സും സീറ്റിംഗ് കപ്പാസിറ്റിയും പാർക്കിങ്ങും സൗകര്യമായതിനാൽ അതിന് പറ്റിയൊരു പള്ളി കണ്ടെത്തിയെന്ന് അവർ അറിയിക്കുകയും ചെയ്തു. അതായത് ലെവിറ്റ് ടൗണിൽ, ലോങ് ഐലൻഡ് ഇവിടുന്ന് 30 മൈൽ ദൂരെയുള്ള ലെവിറ്റ് ടൗണിൽ ഒരു പഴയ പള്ളി കണ്ടുപിടിച്ചു. ആ പള്ളി യഥാർത്ഥത്തിൽ 202 പേർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയും 70ഓളം പേർക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിങ്ങും മാത്രമേ അവിടെയുള്ളൂ. ആ പള്ളിയിൽ പരിമിതമായ സീറ്റിംഗ് കപ്പാസിറ്റിയും പാർക്കിങ്ങും, സീറ്റിംഗ് കപ്പാസിറ്റി തന്നെ ഇപ്പോൾ എത്തിക്കുന്നതിനേക്കാൾ കുറവും ഉള്ളതും, ആ പള്ളി റെനോവേറ്റ് ചെയ്ത് പുതിയൊരു പള്ളിയാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ വരുന്ന ചെലവുകളും അതിനോടുകൂടി ഒരു റെക്ടറിയും പണിയിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇടവയിലെ ജനങ്ങൾ, റിട്ടയർ ചെയ്തവരും സീനിയർ സിറ്റിസൺസും ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഈ പള്ളിയുടെ 10-12 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരാണ്. അവർക്ക് ഇത്രയും വലിയൊരു പ്രാരാബ്ധം ഏറ്റെടുക്കുന്നതിൽ, അതായത് $5 മില്യൺ ഈ പള്ളി ഓഫർ കൊടുത്ത് കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണിത്. അത് ലിസ്റ്റ് ചെയ്യും എന്നും പറയുന്നുണ്ട്. ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള അറിവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ പള്ളി 5 മില്യന് 4 സംതിങ് ചോദിച്ച പള്ളി 5 മില്യന് ഒരു ഓഫർ കൊടുത്തിട്ട് അവരുടെ പ്ലാന് ഏതാനും ഒരു ഗ്രൂപ്പ് അച്ഛന്റെ ബന്ധുക്കളും ചാർച്ചക്കാരും ചേർന്ന് ഒരു ഗ്രൂപ്പ് കൂടി ലോങ്ങയിൽ അവരുടെ വീടിനടുത്ത് ഒരു പള്ളി വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അതെത്ര രൂപയ്ക്കാണ്? 5 മില്യൺ രൂപയ്ക്ക് അത് വാങ്ങിക്കാനും. ഇത് 5 മില്യന് കൊടുക്കാൻ പോകുന്നു, 5 മില്യന് തന്നെ അത് മേടിക്കാനും പോകുന്നോ? അല്ലല്ല, ഇത് 5.95 തൊട്ട് 6.99 വരെ പ്രൈസ് റേഞ്ചിൽ ഇത് വിൽക്കാനും എഫിപ്പിന് വിൽക്കാനും 5 മില്യന് മറ്റേ പള്ളി വാങ്ങിക്കാൻ ഓഫർ കൊടുത്ത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഡിസ്കൗണ്ട് ചർച്ച. അപ്പൊ ആ സാഹചര്യത്തിൽ ആ പള്ളി വാങ്ങിക്കാനുള്ള ഇവരുടെ നീക്കം അവര് ക്യാഷ് പർച്ചേസ് ആണ് അതിനകത്ത് രഹസ്യമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതായത് അടുത്ത ഒക്ടോബറോട് കൂടി, ഏപ്രിൽ അഡ്വാൻസ് കൊടുക്കുക, ഒക്ടോബറോട് കൂടി ഇതിന്റെ എത്തിപ്പണി വിറ്റതിന്റെ ക്യാഷ് പ്രൈസ് എടുത്തുകൊണ്ട് ഒരു ക്യാഷ് പർച്ചേസ് നടത്താനുള്ള നീക്കമാണ്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അസാധാരണമായ ഒരു പർച്ചേസാണ് അവിടെ നടക്കുന്നത്. അത് പള്ളി വിൽക്കത്തില്ല എന്ന് അച്ഛൻ പല പ്രാവശ്യം ജനറൽ ബോഡിയിൽ പറഞ്ഞ് ഒരു ജനറൽ ബോഡി ഇതിന്റെ അജണ്ടയുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ പള്ളി അപ്രൈസ് ചെയ്ത് അതിന്റെ വില ലോൺ എടുക്കാൻ വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അപ്രൈസ് ചെയ്യാൻ ജനറൽ ബോഡിയെ കൊണ്ട് സമ്മതിപ്പിച്ചു. അതനുസരിച്ച് അപ്രൈസ് ചെയ്തപ്പോൾ ഇതിന് 6.5 മില്യൺ വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവരെ അപ്രൈസ് ചെയ്തതിനു ശേഷം 300ഓളം പേര് പങ്കെടുത്ത ജനറൽ ബോഡി ഏകദേശം 2-2.5 മണിക്കൂർ കഴിഞ്ഞ് തിരിഞ്ഞു പോകാൻ തുടങ്ങുന്ന സമയത്ത് അതൊക്കെ ഇരിക്കട്ടെ, നമുക്ക് ഒരു ഒപ്പീനിയൻ ബോർഡ് എടുക്കാം, ഇത് വിൽക്കാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്, ഇതിനെതിരുള്ളവർ എത്ര പേരുണ്ടെന്ന് പറയുമ്പോൾ അന്നേരം അവിടെ
69-70 പേര് കൈപൊക്കി ഒപ്പീനിയൻ പോളിൽ പങ്കെടുത്തു. താല്പര്യമില്ലാത്തവർ എല്ലാവരും ജോലി പ്രമാണിച്ച് വീട്ടിൽ പോയ സ്ഥിതിക്ക് അവിടെ ബാക്കിയിരുന്ന 17-18 പേര് വിൽക്കാനെതിരാണെന്നും അവിടെ ഉച്ചത്തിൽ ഇത് വിൽക്കാൻ പാടില്ലെന്നും പറഞ്ഞു. ഇല്ല, പള്ളി ഒരിക്കലും വിൽക്കില്ല, ഇതൊരു ഒപ്പീനിയൻ പോളാണെന്ന് പറഞ്ഞ് അവിടെ റെക്കോർഡിംഗ് സെക്രട്ടറി ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് ചെയ്ത് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് മിനിറ്റ് പാസ്സാക്കിയെന്ന് ഈ കാര്യം മെൻഷൻ ചെയ്യുകയില്ല. ഇത് കഴിഞ്ഞിട്ട് അകത്ത് പോയി ഈ മിനിറ്റ് രണ്ടാമത് തിരുത്തി എഴുതി ജനംബോഡിയുടെ മജോറിറ്റി ഇത് വിൽക്കാൻ സമ്മതിച്ചുവെന്നും 17 പേര് ഇതിന്റെ പിന്നിൽ ഇതിനെ എതിർക്കുന്നുള്ളതെന്നും പറഞ്ഞ് ഡയസിഷൻ ബിഷപ്പിനെ തെറ്റിദ്ധരിപ്പിച്ച് മിനിറ്റ്സ് ഓൾട്ടർ ചെയ്ത് എഴുതി ഡയസിഷൻ ബിഷപ്പിന് സബ്മിറ്റ് ചെയ്യുകയും അദ്ദേഹം അത് അപ്രൂവ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. അന്ന് മുതൽ ഇത് വിൽക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഇടവകയിൽ 159 ഫാമിലി മെമ്പേഴ്സ്, വോട്ടിംഗ് റൈറ്റ് ഉള്ള മെമ്പേഴ്സ് ഡയസിനെയും മെത്രാപ്പൊലീത്തയെയും നിരന്തരം വിളിക്കുകയും യാതൊരു റെസ്പോൺസും ഉണ്ടാകാതിരിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ആ സമയം ഇന്ത്യയിലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഇവരിങ്ങനെ പല ആളുകളും പരാതി പറഞ്ഞു, മെത്രാപ്പൊലീത്ത ഡയസിന് എപ്പിസ്കോപ്പായ യാതൊരു റെസ്പോൺസും തരുന്നില്ല, ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് തരുന്നില്ല എന്ന് നിരന്തരമായി ഞങ്ങൾ ശ്രമിച്ചിട്ടും അതിനുള്ള സാഹചര്യം കിട്ടുന്നില്ല എന്ന് അറിയിച്ചു. ആ സാഹചര്യത്തിൽ ഞാൻ നേരിട്ട് ഡയസിഷൻ ബിഷപ്പിന്റെ സെക്രട്ടറിയെ വിളിക്കുകയും ബിഷപ്പുമായി സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ജനറൽ ബോർഡ് മജോറിറ്റി തീരുമാനിച്ചതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മുമ്പ് തീരുമാനിച്ചു, അതുകൊണ്ട് ഇതിന് വിൽപ്പനയല്ല മറ്റൊന്നും നടക്കുകയില്ല, ഭരണഘടന അനുസരിച്ച് ഇത് വിൽക്കാൻ തീരുമാനിച്ച് നിങ്ങളാണ് അപ്രൂവ് ചെയ്തത്, അത് ഞാൻ ഓക്കെ ചെയ്തിരിക്കുന്നേ പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു, തിരുമനസ് പൗലോസ് തിരുമേനിയാണ് അവിടുത്തെ ഡയസിഷൻ ബിഷപ്പ്. ഇപ്പോൾ അദ്ദേഹത്തോട് ഞാൻ വിനീതമായി അദ്ദേഹത്തിന് തിരുമേനി ഇവിടെ വന്ന് ചെറുപ്പത്തിൽ ഇത് കളരി പഠിച്ച ഒരു പള്ളിയാണിത്, തിരുമേനിക്ക് ഇതിന്റെ ചരിത്രം മുഴുവൻ അറിയാമല്ലോ, 90 തൊട്ട് തിരുമേനി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇത് വിൽക്കാൻ തിരുമേനി ഒറ്റ കൈക്ക് തിരുമേനി സമ്മതിച്ചത് എന്താണ്, യാതൊരു കാരണവശാലും വിൽക്കാൻ പാടില്ല, ഇത് റീലൊക്കേറ്റ് ചെയ്യുന്നത് ഫോഴ്സ്ഫുള്ളി ഇത്രയും മെമ്പേഴ്സിൽ അധികം പേർ സൈലന്റ് ആയിട്ടുള്ള ഒരു വലിയ മെജോറിറ്റി ഇവിടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നതും അവർക്ക് 30 മൈൽ കൂടി ഡ്രൈവ് ചെയ്ത് ദൂരത്ത് പോകാനുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ അവരുടെ ഒറിജിനൽ വർഷിപ്പ് പ്രൈസ് അവർ വാങ്ങിച്ച് ബിൽഡ് ചെയ്ത ഒരു പള്ളിയാണ് ഇത് മർത്തമ്മ ചർച്ചായിട്ട്. അതിലൂടെയുള്ള എപ്പിസ്കോപ്പിൽ പഴയ പള്ളികൾ പോലെ വിറ്റിട്ട് വേറെ പള്ളി വാങ്ങിക്കാൻ ഉള്ള ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കിയതാണ്. ഇത് പർപ്പസ്ലി മർത്തമ്മ ചർച്ചായിട്ട് അമേരിക്കയിൽ ആദ്യം വാങ്ങിച്ച പള്ളിയാണ് നോർത്ത് അമേരിക്കയിൽ. ഇതൊരു ഹിസ്റ്ററിക് മോണുമെന്റ് ആണ്. പള്ളിയിലെ അനേകം പേര് ബാപ്റ്റൈസ് ചെയ്യുകയും അവരുടെ ഫ്യൂണറിലും മറ്റ് കൂതാശകളൊക്കെ നടത്തിയ ഒരു പള്ളിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്തിനെങ്കിലും ഈ പള്ളി വിൽക്കുന്നത് ചിന്തിക്കാൻ പോലും വയ്യാത്ത സാഹചര്യത്തിൽ ഈ പട്ടക്കാരന്റെ വിശുദ്ധ കുർബാനയിൽ പോലും ആളുകൾ മാറി നിൽക്കുകയും പള്ളിയിൽ വന്നിട്ട് കുർബാന എടുക്കാതിരിക്കുകയും ചെയ്ത രീതിയിൽ ഈ പള്ളി വിൽക്കുന്ന വിഷമത്തിൽ അനേകം പേര് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ പള്ളി ഡിവൈഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ആദ്യമായിട്ട് സംജാതമായിരിക്കുകയാണ്. അതുകൊണ്ട് ആകുലരായ ചിത്തരായ മെമ്പേഴ്സ് പല വഴി നോക്കിയിട്ടും ഡയസിഷൻ ബിഷപ്പ് എഴുതിയൊന്നും മറുപടി കൊടുത്തില്ല. അതിനാൽ ഞാനത് വീണ്ടും അത് ഏറ്റെടുത്തുകൊണ്ട് മെത്രാപ്പൊലീത്ത തീഡോഷ്യസ് തിരുമേനിക്ക് അഡ്രസ് ചെയ്തുകൊണ്ട് ലെറ്റർ CC കൊടുത്തുകൊണ്ട് ഐക്യമുണ്ടായി. അതിന് മെത്രാപ്പൊലീത്ത മറുപടി ഉടനെ തന്നെ കിട്ടുകയും അദ്ദേഹം എന്നോട് എനിക്ക് വന്ന ഇമെയിൽ പറഞ്ഞു, ദ ഡയസിഷൻ ബിഷപ്പ് വിൽ കോണ്ടാക്ട് ആൻഡ് ഡിസ്കസ് ദ മാറ്റേഴ്സ് വിത്ത് യു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടും ഡയസിഷൻ ബിഷപ്പ് വിളിക്കുന്നില്ല. ഞങ്ങൾക്കും വേറെ ഒരു ഗ്രൂപ്പ് അയച്ച് അവർക്കും ഇതേ മറുപടിയാണ് തിരുമേനി എന്റെ മറുപടിയോട് ഉറപ്പം കൂടി നൽകിയത്. അതിനുശേഷം ആ ഗ്രൂപ്പിലുള്ള ലീഡേഴ്സ് അച്ഛനെ വിളിക്കുകയും അച്ഛനെ കൂടെ തിരുമേനിയെ കാണാനൊക്കെ ഉള്ള അപ്പോയിന്റ്മെന്റ് എടുക്കുകയും അവര് ഡയസിസ് സെന്ററിൽ അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് എന്നെ വിളിക്കുന്നില്ല. ഞാൻ ഡയസിഷൻ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടപ്പോൾ തിരുമേനി ബിസിയാണ്, വേറെ വിളിക്കും എന്ന് പറഞ്ഞു. ഞാൻ അത് നോക്കാതെ ഇവരെ വിളിച്ച് ആ ഡേറ്റിൽ തന്നെ ഞാൻ ജോലിയിൽ നിന്ന് അവധിയെടുത്ത് ഡയസിഷൻ സെന്ററിൽ ചെന്നപ്പോൾ ബിഷപ്പ് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരികയാണ്.
അതെന്താണ് ഇവിടെ ഞാൻ പറഞ്ഞു, മെത്രാപ്പൊലീത്തയുടെ ഒരു കത്ത് അനുസരിച്ചാണ്, ഇമെയിൽ അനുസരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡയസിഷൻ ബിഷപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന തിരുമേനി എന്തുകൊണ്ട് വിളിക്കില്ല, ഞാൻ ബിസിയായിരുന്നു, വിളിക്കാനിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ആ ഗ്രൂപ്പിലില്ല. ഇല്ല, നിന്നോട് ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞു. അവര് 20ഓളം മെമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു, പല ഏറിയകളിൽ നിന്ന്, 4 ഏറിയയിൽ നിന്ന്. അവരവിടെ നിന്ന് എന്നെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി. അവരെല്ലാം സംസാരിച്ചു കഴിഞ്ഞ് വിശദമായിട്ട് ഞങ്ങൾ ഈ പള്ളിയുടെ പശ്ചാത്തലവും ഇതെന്തുകൊണ്ട് ഒരു അമേരിക്കയിലെ വന്ന ആദ്യത്തെ പള്ളിയാണെന്നും ഇതിൽ നിന്ന് 3-4 പള്ളികൾ പുതിയതായി ഫോം ചെയ്തു പോവുകയും ആദ്യമായി ക്വീൻസ് വില്ലയിൽ ഉള്ള സെന്റ് ജോൺസ് മാർത്തോമാ ചർച്ച് പോവുകയും അവർ ഞങ്ങളോട് പണം പോലും ആവശ്യപ്പെടാതെ അവർ പോയി പള്ളി വാങ്ങിച്ച് അവർ വലിയൊരു പള്ളിയായിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് ലോങ് ഐലൻഡ് മാർത്തോമാ ചർച്ച് ഹാഫോളം വരുന്ന ഈ പള്ളി വാങ്ങിച്ച ആളുകൾ മറ്റൊരു പള്ളി ലോങ് ഐലൻഡിലേക്ക് വാങ്ങിക്കാൻ നീങ്ങിയുണ്ട്. അവരും ഒരു സഹായ അഭ്യർത്ഥനയില്ലാതെ അവർ പോയി ഒരു സ്ഥലമെടുത്തിട്ട് അത് പള്ളിയായിട്ട് വാങ്ങിച്ച് ഒരു ഫണ്ട് റേസ് ചെയ്ത് ഒരു വലിയ പള്ളിയായിട്ട് വരുന്നു. 3ാമത് ചാലിയൻ മാർത്തോമാ പള്ളി ഡിക്സീൽസില് ഇതുപോലെ ഡിവൈഡ് ചെയ്ത് പോയിട്ട് അവർക്ക് സഹായം ആവശ്യപ്പെട്ടു. ആ സമയത്ത് എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ $35,000 അവർക്ക്, അതൊരു 20% ഓഫ് ദി ടോട്ടൽ മെജോറിറ്റി അങ്ങോട്ട് മൂവ് ചെയ്ത് അവർക്ക് കൊടുക്കുകയും അതിന് പോയി ഒരു വലിയ പള്ളി റെന്റിനെടുത്ത് വാങ്ങിച്ച് അതിന്റെ ലോണെല്ലാം അടച്ചു തീർത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടുന്ന് ഏത് പള്ളി പോയാലും അവർ പോകുന്ന ആളുകൾ അത് തിരുമേനിയുടെ ഇത്ര മെമ്പേഴ്സ് എന്ന് അതിൻ്റെ ഒരു ലിമിറ്റുണ്ട്. അത് വെച്ച് മെത്രാപ്പൊലീത്തയെ കണ്ട് റൈറ്റിങ്ങിൽ എഴുതി കൊടുത്ത് അവർക്കൊരു പള്ളി മെത്രാപ്പൊലീത്ത അപ്രൂവ് ചെയ്തുകൊണ്ട് അവരതിന്റെ പ്രീമിയം സ്റ്റെപ്സ് എടുത്ത് പള്ളി വാങ്ങിക്കാൻ നീങ്ങുമ്പോൾ ഈ ഡയസിലുള്ള 80ഓളം പള്ളികളിൽ പോയി പുറത്തുള്ള ആളുകളിൽ നിന്നും ഫണ്ട് റേസ് ചെയ്ത് 2-3 വർഷം കൊണ്ടാണ് ഇവിടെ പല പള്ളികളും ഇവിടെ ഡയസിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു എക്സിസ്റ്റിംഗ് ചർച്ച് വിറ്റിട്ട് ക്യാഷ് സെയിലിൽ ഒരു പള്ളി വിൽക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇപ്പൊ മാർത്തോമാ സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ പള്ളി വിറ്റ് ഇതുപോലെ അവരുടെ നിലയിൽ ആരാധിച്ച് നടത്തുന്ന പള്ളി വിറ്റ ചരിത്രമുണ്ടോ? മാർത്തോമാ പള്ളിയായിട്ട് പണിത് ഒരു പള്ളിയും വിറ്റിട്ടില്ല. മറ്റു പല പള്ളികളും റെന്റിനെടുത്ത് അവിടെ ഓക്യുപ്പൈ ചെയ്തിരുന്ന പള്ളികൾ വിറ്റിട്ട് പലയിടത്തും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ പള്ളി ഒരു പ്രത്യേക പള്ളിയാണ്. ഇത് മാർത്തോമാ പള്ളിയായിട്ട് വാങ്ങിക്കുക. ഇതൊരു ലാൻഡ്മാർക്ക് ചർച്ചാണ്. ഇതിന്റെ സ്ട്രക്ചർ പൊളിക്കാൻ പാടില്ലെന്നും ഇതിന്റെ ഇന്റന്റ് ഓഫ് ദ ഡോണേഴ്സ് പറഞ്ഞിരിക്കുന്നത് റിമെയിൻ അൺടച്ച്ഡ് ആസ് എ ചർച്ച്. അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വേർഡിങ്. അപ്പൊ അതിന് വിരുദ്ധമായിട്ട് അവരുടെ ഇന്ത്യനെതിരായിട്ട് നമുക്കതുകൊണ്ട് വേറൊരു പള്ളി അവിടെ പണിയാൻ ഉള്ള അനുവാദം നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ സ്ട്രക്ചർ റിമൂവ് ചെയ്യാൻ പാടില്ല. അപ്പൊ ആ സ്ട്രക്ചറിൽ തന്നെ പഴയ പള്ളി റെനോവേറ്റ് ചെയ്യും. അതിനിപ്പുറത്തൊരു പുതിയ പള്ളി 269 പേർക്ക് ഇരിക്കാവുന്ന പള്ളി, അതിന്റെ ബേസ്മെന്റ് എല്ലാം കൂടി. ഇത് ആർക്കാണ് ഇവർ വിൽക്കുന്നത്? ഇപ്പൊ തിടുക്കപ്പെട്ട് ഇവർ ആർക്കാണ് ഇത് വിൽക്കുന്നത്? ഇത് വിൽക്കുന്നത് ഒരു മുസ്ലിം റിയാൽറ്ററാണ് ഇതിപ്പോ എടുത്തിരിക്കുന്നത്. അദ്ദേഹം ഒരു മുസ്ലിം ബിൽഡർ എടുത്ത് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആക്കാൻ വേണ്ടിയുള്ള നീക്കമാണെന്നാണ് ഞാൻ ഇതുവരെയുള്ള അറിവ് കിട്ടിയിരിക്കുന്നത്. ഒരു മുസ്ലിം ബിൽഡർ വന്നത് ഒരു കഴിഞ്ഞ ആഴ്ചയിലാണ് അവിടെ മീറ്റിംഗ്. വിശ്വാസികൾ കരുതുന്നുണ്ടോ ഇതിന്റെ പിന്നില് ഈ പട്ടക്കാരനും അതുപോലെ ഡയോസിയൻ ബിഷപ്പും ഒക്കെ ചേർന്ന് ഇത് കൃത്യമായ ഒരു സാമ്പത്തിക ലക്ഷ്യത്തോടെ, അതല്ലെങ്കിൽ ഈ ഇതിന്റെ പിന്നിൽ മറ്റ് ഗൂഢലക്ഷ്യങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ ഇവർ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു വലിയ എക്സിസ്റ്റിംഗ് പള്ളിയിൽ നിൽക്കാവുന്ന അത്രയും തന്നെ ആളുകളെ കൊള്ളാവുന്ന മറ്റൊരു പള്ളി, ഇതുപോലെ തന്നെ പഴയൊരു പള്ളി മേടിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിൽ മറ്റുള്ള റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളുണ്ടെന്ന്, സാമ്പത്തിക താല്പര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞങ്ങൾ സൂക്ഷ്മമായിട്ട് കരുതുന്നുണ്ട്. കാരണം ഈ പുതിയ പള്ളി വാങ്ങിക്കുന്ന 5 million കമ്മീഷൻ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ഇടവയിലെ ഒരു റിയാൽറ്ററെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇടവയിലെ ഒരു മെമ്പറായ റിയാൽറ്ററെ കൂടെ അതിന്റെ ഒറിജിനൽ സെല്ലറിന്റെ റിയാൽറ്ററിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അയാള് അതിന്റെ 50% കമ്മീഷൻ അയാൾക്ക് കിട്ടും. അയാൾ ഈ പള്ളി ഇത് വിൽക്കാനും വാങ്ങിക്കാനും മുമ്പ് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തെ കൂടെ റിയാൽറ്ററായിട്ട് ജനറൽ ബോഡി കൊണ്ടുവന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഗ്രൂപ്പാണ് ഈ പള്ളി വിൽക്കാനും വാങ്ങിക്കാനും ഇറങ്ങുന്നത്. അതുപോലെ എപ്പിഫനി വിൽക്കുന്നത് പള്ളിയുടെ ഈ 6 million എന്തോ കിട്ടുന്നത് ആരെയും ഇൻവോൾവ് ചെയ്തിട്ടില്ല. അതിനാലാണ് ഞങ്ങൾക്ക് ഒരു സംശയം ഇവിടെ വിധിക്കുന്നത്.
ഈ മറ്റേ പള്ളി വിൽക്കുന്നതിന്റെ കമ്മീഷൻ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഈ പള്ളി സെല്ല് ചെയ്യുന്നതിന്റെ കമ്മീഷൻ ആരെയും ഇടപെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരാളുമായി ബന്ധപ്പെട്ട ഒരു റിയാൽട്ടറാണ് ഇത് വാങ്ങിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ നടക്കുന്ന ഗൂഢരഹസ്യങ്ങൾ എന്താണെന്ന് ഒരുമാതിരി ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. അതായത് ഓൾമോസ്റ്റ് $10-11 മില്യൺ കമ്മീഷൻ വലിയൊരു തുകയാണ്. അല്ലാതെങ്കിൽ ഇങ്ങനെ ഒരു പള്ളി വിൽക്കാൻ പട്ടക്കാരന്റെ നേതൃത്വത്തിൽ ഒരിക്കൽ ഇറങ്ങിയ ചരിത്രമില്ല. അതുതന്നെയല്ല, താല്പര്യമില്ലാത്ത ആളുകളെ ഫോഴ്സ്ഫുള്ളി അവർ പർച്ചേസ് എന്നുള്ളത് മാറ്റി റീലൊക്കേഷൻ ഓഫ് ദ ചർച്ച് എന്ന് പറഞ്ഞ് ഇത്രയും ഫാമിലികളെ ഫോഴ്സ്ഫുള്ളി ലഭിക്കാവുന്നതിലോട്ട് മൂവ് ചെയ്യാനുള്ള കുടിച്ചുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വിശ്വാസികൾ എടുത്ത നടപടി എന്താണ്? ഏതെങ്കിലും നിയമ നടപടികളിലേക്കോ അല്ലെങ്കിൽ ഈ വിൽപ്പനയ്ക്കെതിരെ നമ്മൾ എടുത്തേക്കുന്ന നടപടി എന്താണ്? വിശ്വാസികൾ ഞങ്ങള് ഡയസിഷൻ ബിഷപ്പിനെ കണ്ട് ഞങ്ങൾ 30ഓളം ആളുകൾ പോയി കണ്ട് അദ്ദേഹത്തിന് റൈറ്റിംഗിൽ മെമ്മോ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പല കാര്യങ്ങളും കാണിച്ച് ഞങ്ങൾ റൈറ്റിംഗിൽ മെമ്മോ കൊടുത്തു. അതിന്റെ കോപ്പി സിനഡിന് ഞങ്ങളുടെ മർത്തോമാ സഭയിലെ എല്ലാ ബിഷപ്പുമാർക്കും മെത്രാപ്പൊലീത്ത ഉൾപ്പെടെ എല്ലാ ബിഷപ്പുമാർക്കും ഞങ്ങൾ അയച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഡയസിൽ വെച്ച് നടന്ന ഡിസ്കഷൻ ഫൈനലി ഡയസിഷൻ ബിഷപ്പ് പൗലോസ് തിരുമേനി, എബ്രഹാം പൗലോസ് തിരുമേനി പറയുകയുണ്ടായി, ഒരു നീക്കവും നടത്തുന്നതല്ല, ഞാൻ ഇത് സിനഡിൽ വെച്ചതിന് ശേഷം മാത്രമേ ഇതിന്റെ പ്രൊസീഡിങ്സ് നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ പിറ്റേ സൺഡേയിൽ ഈ സക്കറിയ അച്ഛൻ അദ്ദേഹം പള്ളിയിൽ അനൗൺസ് ചെയ്ത് വിൽക്കാൻ തീരുമാനിക്കുകയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും എത്രയും പെട്ടെന്ന് നമുക്ക് വിറ്റ് പള്ളി വാങ്ങിക്കാൻ വേണ്ടി ഒരു പ്രേയർ സെൽ ഉണ്ടാക്കി അദ്ദേഹം കഴിഞ്ഞ ദിവസവും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. കഴിഞ്ഞ സൺഡേയിൽ ഇത് കൂടാതെ ഇദ്ദേഹത്തിന് ട്രാൻസ്ഫറാണ് ഏപ്രിലിൽ. അപ്പം സഭയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ട്രാൻസ്ഫറൊക്കെ നിശ്ചയിക്കുന്നത് സിനഡും മെത്രാപ്പൊലീത്തയുമാണ്. ഇപ്പൊ ട്രാൻസ്ഫർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ മനസ്സില്ല. ഈ പള്ളി വാങ്ങിക്കുന്നതിന് കാരണത്താൽ ഇദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ നീട്ടി 2-3 വർഷത്തിനൂടെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ചേർന്ന ഒരു ഗ്രൂപ്പിനെ കൊണ്ട് ജനറൽ ബോഡിയിൽ അതർ മാറ്റേഴ്സിൽ ഒരു അജണ്ട വെച്ചുകൊണ്ട് അത് തീരുമാനമെടുത്ത് ഡയസിഷൻ ബിഷപ്പിനെ അറിയിച്ചിട്ടുണ്ട്. അതൊരിക്കലും ഇങ്ങനെ ഒരു സാഹചര്യം ഒരു ഇടവേലും ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. സുഗമമായി ഈ പള്ളി കച്ചവടം നടത്തി അതിന്റെ കമ്മീഷൻ അടിക്കാൻ വേണ്ടിയാണ് ട്രാൻസ്ഫർ തടഞ്ഞുകൊണ്ട് ഇപ്രകാരം ഒരു നടപടിയിലേക്ക് പോകുന്നത്. അതെ അതെ, ഇദ്ദേഹത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത വന്നാൽ ഈ അവരുടെ ഒരു ഗെയിം പ്ലേ നടക്കുകയെന്ന് അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ തന്നെ ഇനി ഇവിടെ നിർത്താനുള്ള ശ്രമമാണ്. ഇതൊന്നും ഇങ്ങനെ ഒരു ഒട്ടക്കാരനെ ഇവിടെ പള്ളി വാങ്ങിക്കുമ്പോൾ നിർത്താറില്ല. മർത്തോമാ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് അതുപോലെ അടിയന്തര സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഡിസേബിൾഡ് യാത്ര ചെയ്യാൻ കഴിയാമെങ്കിൽ മാത്രമേ ഇവിടെ നിർത്തിയിട്ടുള്ളൂ. ഇതിങ്ങനെ ഒരു പള്ളി വാങ്ങിക്കാൻ വേണ്ടി ഇതിന്റെ കമ്മീഷന്റെ ബേസിസിൽ അദ്ദേഹത്തിന് മറ്റൊരാളിലേക്ക് ഇത് കൈമാറാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കുരിശ ശ്രമമാണ് നടക്കുന്നതെന്നാണ് ഇടയ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് വിൽക്കാൻ ഒരുമ്പെടുകയോ ലിസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ ഞങ്ങൾ നിയമോടകളിൽ നീങ്ങുമെന്ന് റൈറ്റിംഗിലും വെർബലിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ നിയമ ഇടപെടലിലേക്ക് നീങ്ങാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുകയാണ്, നിർബന്ധിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഏത് കാരണവശാലും ഇത് വിൽക്കാൻ അനുവദിക്കത്തില്ല എന്ന് ബിഷപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ഇത് പുരാതനമായ ഒരു പള്ളി, പരിപാവനമായ ഒരു പള്ളിയാണ്. ഇത് വിൽക്കുന്നത് മർത്തോമാ സഭയുടെ ആസ്ഥാന കേന്ദ്രമായ എസ് പള്ളി വിൽക്കുന്നത് പോലെയും അതുപോലെ ശക്തി കേന്ദ്രമായ കോഴഞ്ചേരി പള്ളിയിൽ നിന്ന് 10ഓളം പള്ളികളും പ്രാർത്ഥനാലയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് വിറ്റ ഭയങ്കര വില കിട്ടും. ആ മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് ഇത് വിറ്റുകൊണ്ട് പള്ളി ഉണ്ടാക്കാൻ പിലാത്തീനിന്റെ ചുറ്റുമുള്ള എസ് സെമിനാരിയിലോ കോഴഞ്ചേരി പള്ളിയിലോ അതുപോലുള്ള പള്ളികളിലോ ഒരു പള്ളിയിലും കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ വിറ്റിട്ട് വേറൊരു പള്ളി വാങ്ങിക്കാനുള്ള ഒരു നീക്കം സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ഈ പരിപാവനമായ ദേവാലയം വിറ്റിട്ട് മറ്റൊരു ദേവാലയം വാങ്ങിക്കുന്നതിനെ ഞങ്ങൾ ശക്തമായി പ്രതീക്ഷിക്കുന്നു. നിയമ നടപടികളിലേക്ക് നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് നീങ്ങാനുള്ള വളരെ വലിയൊരു ആഹ്വാനമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഏത് വിധേനയും ഇതിനെ തടയാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. നവീകരണ സഭയായ മാർത്തോമാ സഭ തന്നെ സ്വന്തം പള്ളി വിറ്റ് മറ്റ് പൗരോഹിത്യ സഭകൾക്ക് മാതൃക കാണിക്കട്ടെ. നാളെ പുലാത്തീനും നല്ല വില കിട്ടിയാൽ ഇവർ തൂക്കി വിൽക്കില്ലേ? നവീകരണത്തിൻ്റെ ഓരോരോ അവസ്ഥാന്തരങ്ങളെ മാരാമൺ മണൽപ്പുറത്ത് ഈ പള്ളിക്കച്ചവടക്കാരന്മാരെ എങ്ങാനും കണ്ടാൽ എല്ലാവരും ഒരു സ്തോത്രം പറഞ്ഞേക്കണേ.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.